പ്രിയ സ്നേഹിതരെ, ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നത്, പാപം നിൻ്റെ വാതിൽപ്പടിയിൽ കിടക്കുന്നു, അതിന് നിന്നോട് താല്പര്യമുണ്ട്, നീ അതിനെ കീഴടക്കുക, അല്ലെങ്കിൽ അത് നിന്നെ കീഴടക്കും. ഇന്ന് ലോകത്തിൽ ആത്മഹത്യയും കൊലപാതകവും മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെ അമിതമായ ഉപയോഗവും മൂലം മനുഷ്യൻ ആകെ തളർന്ന അവൻ പാപത്തിൻ്റെ അടിമത്തത്തിൽ ജീവിക്കുമ്പോൾ കർത്താവായ യേശു പറയുന്നു, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. നിൻ്റെ പാപങ്ങൾ രക്താംബരം പോൽ കടുംചുവപ്പുള്ളതായിരുന്നാലും അത് മഞ്ഞ് പോലെ വെണ്മയുള്ളതാകും. ഈ വചനം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ എഴുതുന്ന 126-ാമത്തെ ഗാനമാണ് വരുവിൻ നമുക്ക് രമ്യപ്പെടാം. വരുവിൻ നമുക്ക് രമ്യപ്പെടാം, വിശുദ്ധിയിൽ നിന്നെ ഞാൻ നയിച്ചിടാം. രക്താംബരം പോൽ കടുംചുവപ്പെങ്കിലും പാപങ്ങൾ മഞ്ഞ് പോലെ വെണ്മയാക്കാം. രക്താംബരം പോൽ കടുംചുവപ്പെങ്കിലും പാപങ്ങൾ മഞ്ഞ് പോലെ വെണ്മയാക്കാം. വരുവിൻ നമുക്ക് രമ്യപ്പെടാം, വിശുദ്ധിയിൽ നിന്നെ ഞാൻ നയിച്ചിടാം. കുതിരസവാരി പഠിക്കുന്നവൻ കുതിരപ്പുറത്തു നിന്നു വീഴുമ്പോ, കുതിരസവാരി പഠിക്കുന്നവൻ കുതിരപ്പുറത്തു നിന്നു വീഴുമ്പോ, ജീവിതത്തിൽ നീ വീണുപോയാലും എഴുന്നേറ്റു നിൽക്കുക സാക്ഷിയാക്കാം. ജീവിതത്തിൽ നീ വീണുപോയാലും എഴുന്നേറ്റു നിൽക്കുക സാക്ഷിയാക്കാം. വരുവിൻ നമുക്ക് രമ്യപ്പെടാം, വിശുദ്ധിയിൽ നിന്നെ ഞാൻ നയിച്ചിടാം. രക്താംബരം പോൽ കടുംചുവപ്പെങ്കിലും പാപങ്ങൾ മഞ്ഞ് പോലെ വെണ്മയാക്കാം. വരുവിൻ നമുക്ക് രമ്യപ്പെടാം, വിശുദ്ധിയിൽ നിന്നെ ഞാൻ നയിച്ചിടാം. വീഴ്ചയിൽ നിന്നും പാഠം പഠിക്കൂ, ദുഷ്കർമ്മങ്ങൾ നീക്കിടുക. വീഴ്ചയിൽ നിന്നും പാഠം പഠിക്കൂ, ദുഷ്കർമ്മങ്ങൾ നീക്കിടുക. എന്നോടു നീ ചേർന്നു നിന്നാൽ വീഴാതെ നിന്നെ ഞാൻ കാത്തിടാം. എന്നോടു നീ ചേർന്നു നിന്നാൽ വീഴാതെ നിന്നെ ഞാൻ കാത്തിടാം. വരുവിൻ നമുക്ക് രമ്യപ്പെടാം, വിശുദ്ധിയിൽ നിന്നെ നയിച്ചിടാം. രക്താംബരം പോൽ കടുംചുവപ്പെങ്കിലും പാപങ്ങൾ മഞ്ഞ് പോലെ വെണ്മയാക്കാം. വരുവിൻ നമുക്ക് രമ്യപ്പെടാം, വിശുദ്ധിയിൽ നിന്നെ ഞാൻ നയിച്ചിടാം.